ടൂറിസം കൂടുതൽ ആകർഷകമാകാൻ എറണാകുളത്തെ ഹെലി ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. നെടുമ്പാശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ ഹെലി ടൂറിസത്തിന്റെ ആദ്യ യാത്രക്കാർക്ക് ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ടിക്കറ്റ് നൽകി. പുരവഞ്ചികൾക്കും കാരവാൻ ടൂറിസത്തിനും ശേഷം കേരളത്തിന്റെ ഹെലി ടൂറിസം. സഞ്ചാരികൾക്ക് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ എത്തിച്ചേരാനും കേരളത്തിന്റെ വ്യത്യസ്തമായ കാഴ്ചകൾ ആസ്വദിക്കാനും ഹെലി ടൂറിസത്തിലൂടെ സാധിക്കും. രാജ്യത്താദ്യമായി ഹെലി ടൂറിസം നയം സംസ്ഥാന സർക്കാർ പുറത്തിറക്കുമെന്നും മന്ത്രി. പീപ്പിൾസ് ഫ്രണ്ട്ലിയായി ഇതിനെ മാറ്റുക എന്നുള്ളതും സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഹെലി ടൂറിസം പോളിസി തന്നെ അധികം വൈകാതെ നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഹെലി ടൂറിസം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന മൈക്രോ സൈറ്റും മന്ത്രി പുറത്തിറക്കി. വിവിധ ഹെലി ഓപ്പറേറ്റർമാർ നൽകുന്ന പാക്കേജുകൾ, ട്രിപ്പുകളുടെ വിവരം, ബുക്കിംഗ് മുതലായവ ഇതിലൂടെ നടത്താൻ സാധിക്കും. ഡോക്ടർ ജോഷി വർഗീസ്, സിമി വർഗീസ്, ആന്റണി, രശ്മി ആന്റണി എന്നിവരായിരുന്നു ആദ്യ യാത്രക്കാർ. ഞാൻ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ കേരളം കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് കാണണം. അതിലുപരി ലോകത്തെ ഏറ്റവും ബെസ്റ്റ് കോസ്റ്റൽ ലൈനാണ് കേരളത്തിന്റെ. ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് കേരളം മൊത്തം ഒന്ന് ഹെലികോപ്റ്ററിലൊന്ന് കറങ്ങി കാണാനും അത് ആസ്വദിക്കാനും. നിലവിലുള്ള ഹെലിപാഡുകൾ കണ്ടെത്തി അവ ഹെലി ടൂറിസത്തിൽ ഉപയോഗപ്പെടുത്തും. തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പുതിയ ഹെലിപാഡുകൾ ഒരുക്കുന്നതും പരിഗണനയിലാണ്. റിപ്പോർട്ടർ, കൊച്ചി.